ഓരോ ഗ്രന്ഥവും ഓരോ തരത്തിൽ ഓരോ സഞ്ചാര സാഹിത്യ ശൈലിയാണെന്ന് പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞാൽ ഇപ്പോൾ ഹിമാലയ യാത്രയെക്കുറിച്ച് ഒരു ആയിരക്കണക്കിന് പുസ്തകങ്ങളുണ്ടാവും. അത് എല്ലാ ഭാഷയിലും, എല്ലാ ലോക ഭാഷകളിലും ഉണ്ടാവും. മലയാളത്തിലും ഏതാണ്ട് 1000-നടുത്ത് പുസ്തകം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാം ഒരു ഹിമാലയം തന്നെയാണ്. പക്ഷേ ഈ യാത്രികരെല്ലാം കുറിച്ചിരിക്കുന്നത് അവരവരുടെ ഹിമാലയത്തെയാണ്. ഒരൊറ്റ ഹിമാലയം തന്നെയാണ്, പക്ഷെ എല്ലാവരും കാണുന്നത് അവരവരുടെ ഹിമാലയമാണ്. ആ രീതിയിലാണ് അവരുടെ പറഞ്ഞത്. ഒരു സന്യാസം സ്വീകരിച്ച ഒരാൾ ഹിമാലയത്തിലേക്ക് യാത്ര ചെയ്യുന്ന യാത്രാ പുസ്തകത്തിൽ അതിൻ്റെ സ്പിരിച്വലായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ പ്രതിപാദിച്ചിട്ടുണ്ടാവും. യാത്ര ഇപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങരെ പോലെ യാത്ര മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്യുന്ന ആളുകൾ അതിനെക്കുറിച്ച് അങ്ങനെ എഴുതിയിട്ടുണ്ടാവും. പഠനയാത്രകളാണെങ്കിൽ അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ടാവും. എല്ലാത്തരം യാത്രകളാണെങ്കിലും എന്ത് തരം യാത്രകളാണെങ്കിലും അവരവർ കാണുന്ന ഹിമാലയം അവരവരുടെ ഹിമാലയമാണ്. ആ ഹിമാലയം 1000 പുസ്തകങ്ങളിലും 1000 ഹിമാലയമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നതാണ് അതിൻ്റെ ഒരു നിർവചനം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല.